അതെ, കാര്യങ്ങളാകെ കുഴഞ്ഞു മറിയുകയാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ അല്ല. ആ, ഈ ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ സോണിയാഗാന്ധി ഇടപെട്ടു, വൃന്ദ കാരാട്ട് ഇടപെട്ടു. ഭാരതത്തിലെ പ്രമുഖരായ രണ്ട് സ്ത്രീ രത്നങ്ങളാണ് സോണിയാഗാന്ധിയും വൃന്ദ കാരാട്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് എന്നർത്ഥം. വേറെ നമ്മൾ ഡെക്കറേഷനൊന്നും വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് ഇവർ പരസ്യമായിട്ട് ഇടപെടുത്ത് മിനിഞ്ഞാന്ന് മുതൽ ഇടപെട്ട് തുടങ്ങിയതാണ്. അവർ ജാഥ പുകില് ഒക്കെ നടത്തുന്നു, ഒക്കെ ചെയ്യുന്നു. ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരാണെന്നാണ് വെപ്പ്. ഫലത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഗൾഫിൽ കഴിയുന്ന എന്തെങ്കിലും വരുമാനം കിട്ടാനായിട്ട് ഗൾഫിലൊക്കെ എത്തിപ്പെട്ടു പോയ ആൾക്കാർ അവരെ പാരവയ്ക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫലത്തിൽ അത് അവർക്ക് അറിഞ്ഞുകൂടാത്തതാണ് എന്ന് ഞാൻ കരുതുന്നില്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം അതിലും വലുതാണ് അവർക്ക് ഇവിടെയുള്ള 10 ഈ എന്താ ഷിയ മുസ്ലിങ്ങളുടെ വോട്ട്. മനസ്സിലായി? ആദ്യത്തെ 1-2 ദിവസം വലിയ ബഹളമൊന്നും ഉണ്ടായില്ല. പിന്നെ ഷിയാക്കൾ വല്ലാത്ത ബഹളമായി. കാശ്മീരിൽ, ലഖ്നൗവിൽ, ജോൺപൂരിൽ, ഹൈദരാബാദിലാണ്. അതുകൂടാതെ കേരളത്തിൽ ഷിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഷിയ ഒന്നുമില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ കയറിയിട്ട് ഷിയാക്കൾക്ക് വേണ്ടിയിട്ട് അവരങ്ങ് വലിയ പ്രകടനം, അലമ്പ്, കച്ചറ ഇതൊക്കെ ഉണ്ടാക്കി. സോണിയാഗാന്ധി ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖനം എഴുതി. അതായത് പ്രധാനമന്ത്രിയുടെ മൗനം അത് നിഷ്കളങ്കമല്ല, അത് ഫലത്തിൽ അമേരിക്കയെ സഹായിക്കലാണ്. ഇറാൻ്റെ മറ്റേ നമ്മുടെ ആയാത്തുള്ള അലി ഖമനേയി അങ്ങേരെ കൊന്നിട്ട് നരേന്ദ്രമോദി ഒരക്ഷരം മിണ്ടിയില്ല. ഇതൊരു പരമ ദുഷ്ടൻ ഈ മനുഷ്യൻ. ഇതാണ് ലേഖനത്തിൻ്റെ രത്നച്ചുരുക്കം. അപ്പോൾ ഈ ലേഖനം അനുസരിച്ച് നരേന്ദ്രമോദി പ്രവർത്തിച്ചാൽ നമ്മൾ അമേരിക്കയെ എതിർക്കണം, ഇസ്രായേലിനെ എതിർക്കണം. ഫലത്തിൽ ഇറാനെ അനുകൂലിക്കണം. അതാണല്ലോ ആവശ്യം. ഇറാനെ നമ്മൾ അനുകൂലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഗൾഫ് രാജ്യങ്ങൾക്ക് എതിരാണ്. അതായത് സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, UAE, ദുബായ് ഇവർക്കൊക്കെ എതിരായിട്ട് നമ്മൾ നിലപാടെടുക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ആണല്ലോ. കാരണം അവരെല്ലാം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൂടെയാണ്. കൂടെ അതിനകത്ത് ചില്ലറ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു വലിയ ബ്രാക്കറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം ഒന്നാണ്. അപ്പോൾ അവർക്കെതിരെയാണ് ഇറാൻ നിൽക്കുന്നത്. ഇറാൻ ഇപ്പോൾ പ്രാന്ത് പിടിച്ച പോലെ കൈ കിട്ടിയ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് തെക്കും വടക്കും ഒക്കെ എറിഞ്ഞുകൊണ്ടിരിക്കുക. കൊണ്ടു, കൊണ്ടില്ലെങ്കിൽ കൊണ്ടില്ല എന്നൊക്കെയുള്ള മട്ടിൽ വാൻ കച്ചറ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇറാൻ നിൽക്കുന്നത്. അതങ്ങനെയല്ലേ വരുള്ളൂ. സർവ്വവും നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ചുമ്മാ കണ്ണി കണ്ടവരെയൊക്കെ കുത്തിമലത്തുന്ന ഒരു മനോഭാവത്തിലാണ് ഇറാൻ നിൽക്കുന്നത്. ആ ഇറാന് നമ്മൾ പിന്തുണയ്ക്കണം. ഇതാണ് സോണിയാഗാന്ധിയുടെ ആവശ്യം. അപ്പോൾ സോണിയാഗാന്ധി പറയുന്നത് ഇറാൻ 1994 നമ്മളെ പിന്തുണച്ചിരുന്നു യുണൈറ്റഡ് നേഷൻസിൽ എന്തോ കാശ്മീർ വിഷയത്തിൽ. കൊള്ളാം. കാശ്മീർ വിഷയത്തിൽ ഇറാൻ മാത്രമല്ല, മറ്റു പലരും നമ്മളെ പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് നരസിംഹറാവുവാണ് ഭരിക്കുന്നത്. ഞാൻ പറഞ്ഞ സംഭവമാണോ സോണിയാഗാന്ധി മനസ്സിൽ കണ്ടത് എനിക്കറിയില്ല. പക്ഷെ ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. കാശ്മീരിനെതിരായിട്ട് ഒരു പ്രമേയം പാകിസ്ഥാൻ യുണൈറ്റഡ് നേഷൻസിൽ കൊണ്ടുവരും. ആ പ്രമേയം പാസ്സായില്ലെങ്കിലും നമ്മൾക്ക് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഒരു വാശിയാണല്ലോ പ്രമേയം തോൽപ്പിക്കണം. അന്ന് നരസിംഹറാവുവാണ് പ്രധാനമന്ത്രി സ്ഥലത്തില്ല. പുള്ളി ബുർക്കിനോ ഫാസോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്, ഒരു രാജ്യത്താണ്. അന്നാണ് ഞാൻ ബുർക്കിനോ ഫാസോ എന്ന് പറഞ്ഞ രാജ്യമുണ്ടെന്ന് അറിയുന്നത്. എന്തു ആയിക്കോട്ടെ, അദ്ദേഹം അവിടെ പോയിരുന്നു എന്തെങ്കിലും ആവശ്യത്തിന്. നരസിംഹറാവു വെളുപ്പാൻ രാവിലെ 5 മണിക്കോ മറ്റോ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു, ചേട്ടാ ഇന്ന മാതിരിയാണ് ഇറാൻ നമ്മുടെ പാകിസ്ഥാൻ കൊണ്ടുവന്ന പ്രമേയത്തെ അനുകൂലിക്കും, ചേട്ടൻ അതൊന്ന് പറഞ്ഞ് സബൂറാക്കണം എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നരസിംഹറാവു, പുള്ളിക്ക് 16 ഭാഷകൾ അറിയാമായിരുന്നു. അതിലൊന്ന്
ഇറാനിലെ ഭാഷയായ പേർഷ്യൻ ഭാഷ. നരസിംഹറാവു അവരുടെ വിദേശകാര്യമന്ത്രിയെ വിളിച്ചു. അലി അക്ബർ വിലായത്തി. ഞാൻ ഈ പേര് ഓർത്തിരിക്കാനൊരു കാര്യമുണ്ട്. ഇവരുടെ ഒന്നും പേര് നമ്മുടെ വായിൽ കൊള്ളുകയില്ല, ഓർത്തിരിക്കുക. ഞാൻ കണ്ട ലോക രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഏറ്റവും സുന്ദരൻ അലി അക്ബർ വിലായത്തിയായിരുന്നു. അദ്ദേഹം ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വളരെ പ്രായമായി കാണും. എന്നാലും അന്ന് 94-ൽ ഇത്ര സുന്ദരനായ ഒരു രാഷ്ട്രീയക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. രാഷ്ട്രീയക്കാർക്ക് പൊതുവെ സൗന്ദര്യം കുറവാണ്. അത് ഇങ്ങനെ പല്ല് പൊങ്ങിയും താടി കൂർത്തും ഒക്കെ ഇങ്ങനെ വികൃത രൂപികളായിരിക്കും പൊതുവെ രാഷ്ട്രീയക്കാർ. പക്ഷേ അലി അക്ബർ വിലായത്തി അങ്ങനെയായിരുന്നില്ല. പരമസുന്ദരനായ മനുഷ്യൻ. അപ്പം നരസിംഹറാവു അലി അക്ബർ വിലായത്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ ഒരു സംഗതി? അങ്ങനെ പറഞ്ഞു, അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ, അത് ഞങ്ങളുടെ യുണൈറ്റഡ് നേഷൻസിലെ ഉദ്യോഗസ്ഥന്മാരെ വരുത്തിയ എന്തെങ്കിലും മിസ്റ്റേക്ക്, ഞാനിപ്പോൾ തന്നെ വിളിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞ് അത് ശരിയാക്കി. എന്നിട്ട് അന്ന് ആ പ്രമേയത്തെ, പാകിസ്ഥാൻ കൊണ്ടുവന്ന പ്രമേയത്തെ ഇറാനും കൂടി ചേർന്ന് എതിർത്തു. ഇതാണ് സംഭവം. ഇത് ഇത്ര വലിയ സംഗതിയൊന്നും അല്ല. വാസ്തവത്തിൽ ഇറാൻ പാകിസ്ഥാനെ അനുകൂലിച്ച് വോട്ട് ചെയ്തെന്ന് വെച്ചോ, എന്ത് വരാൻ? ഒന്നും വരാനൊന്നുമില്ല. നമ്മുടെ കയ്യിലില്ലേ കാശ്മീർ, അതിൽ ആരെന്ത് ചെയ്യാനാണ്? ഇതുപോലത്തെ പ്രമേയങ്ങൾ എത്രയോ വന്നിരിക്കുന്നു, പോയിരിക്കുന്നു, പാസ്സായിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു. ഇത് സ്ഥിരം പരിപാടിയാണ് യുണൈറ്റഡ് നേഷൻസിൽ. ആ സാധനം എടുത്ത് പൊക്കിപ്പിടിച്ചാണ് ഇപ്പോൾ സോണിയാഗാന്ധി പറയുന്നത്, അന്ന് 94-ൽ നമ്മളെ ഇറാൻ സഹായിച്ചതിൻ്റെ നന്ദി ഉണ്ടാവണം. എന്ത് നന്ദി? ഈ രാഷ്ട്രീയമായ ഒരു നിലപാടെടുത്തതിന് സ്ഥിരമായിട്ട് നമ്മൾ കടപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അത് ഇറാൻ ചെയ്യും. ഇറാൻ എന്താ ചെയ്യുന്നത്? ഇറാൻ വാസ്തവത്തിൽ 2019 ഞാൻ ഏറ്റവും ചെറുതാക്കിയിട്ട് ഇന്നലെ നിങ്ങളോട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. 2019 നമ്മൾ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ ഇറാൻ വലിയ ബഹളം വെച്ചു. 2020 ഡൽഹി കലാപം നടന്നപ്പോൾ ഇതേ ഖമനൈ വലിയ ബഹളം വെച്ചു. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്നൊക്കെ പറഞ്ഞു. എല്ലാ കാര്യത്തിലും നമുക്കെതിരായിട്ട് പോട്ടെ. ഈ അടുത്ത കാലത്ത് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പ് സിന്ദൂർ എന്ന് പറയുമല്ലോ, അതിൽ ഇറാൻ്റെ നിലപാട് എന്തായിരുന്നു? അവർ പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു. ആയുധം കൊടുത്തില്ല, മറ്റേ പട്ടാളക്കാരെ അയച്ചില്ല എന്നുള്ളത് ഒഴിച്ചാൽ തുർക്കിയും ഇറാനും പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു ഓപ്പ് സിന്ദൂറിൻ്റെ കാലത്ത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇറാൻ്റെ കൂടെ നിന്ന് മോക്ഷം കിട്ടാനൊന്നുമില്ല. പക്ഷേ സോണിയാഗാന്ധി ആർഗ്യൂ ചെയ്യുന്നത് അങ്ങനെയല്ല. വസുധൈവ കുടുംബകം. എൻ്റെ പൊന്നേ, ഞാൻ എത്ര കാലമായി ഈ വസുധൈവ കുടുംബകം കേൾക്കുന്നു. ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്ന് നമ്മൾ പറഞ്ഞു മതി, ലോകം സമ്മതിക്കണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ചുണ്ട്. നമ്മൾ നരേന്ദ്രമോദി കയറി പറയുന്നു വസുധൈവ കുടുംബകം, നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്. പാകിസ്ഥാൻ പറയുന്നു താൻ പൊടപെടുന്നു, ഞാൻ തൻ്റെ കുടുംബത്തിലേ അല്ല. കഴിഞ്ഞില്ലേ നിങ്ങളുടെ കുടുംബം? ഇറാൻ പറയുന്നു, തുർക്കി പറയുന്നു, അസർബൈജാൻ പറയുന്നു, ഇറാഖ് പറയുന്നു. ആരെങ്കിലും ഇപ്പം താൻ പോടും ഞാൻ തൻ്റെ കുടുംബത്തിലെ ഒന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ ഈ വസുധൈവ കുടുംബകം. ഇത് പ്രശ്നം എന്താണെന്നറിയാമോ? മഹോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തും, ആ ഉപനിഷത്തിൽ ഒരു യോഗിയുടെ മനസ്സിൽ എന്ത് തോന്നുന്നു എന്ന് വിശദീകരിക്കുന്ന സന്ദർഭമാണ് ഈ ശ്ലോകം. അയം നിജപരോവേത്തി ഗണന ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം പ്രശാന്തകളനാരഭ്യം. ഇങ്ങനെ പോവുകയാണ് ആ ശ്ലോകങ്ങൾ. ഇതിൽ പറയുന്നത് ഞാൻ വലുത് നീ ചെറുത്, ഞാൻ വേറെ നീ വേറെ, ഇങ്ങനെയുള്ള തോന്നലുകൾ മാറി ലോകം ഒരു കുടുംബമായിട്ട് കാണപ്പെടും. ആർക്ക്? ഒരു യോഗിക്ക്. യോഗിയുടെ മനസ്സിൽ സംഭവിക്കുന്ന പരിവർത്തനം, അതാണ് മഹോപനിഷത്തിൽ വിവരിക്കുന്നത്. അല്ലാതെ നരേന്ദ്രമോദിയുടെയോ ഡൊണാൾഡ് ട്രംപിൻ്റെയോ തലച്ചോറിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ശ്ലോകമല്ല വസുധൈവ കുടുംബകം. വസുധൈവ കുടുംബകം ഇത് രാഷ്ട്രതന്ത്രജ്ഞന്മാർ ഉപയോഗിക്കാൻ പാടില്ലാത്ത ശ്ലോകമാണ് എന്ന് നിഷ്കർഷിച്ചത് ചാണക്യനായിരുന്നു. അതിനുശേഷം പഞ്ചതന്ത്രം, വിഷ്ണു ശർമ്മൻ്റെ പഞ്ചതന്ത്രം, നാരായണ പണ്ഡിതൻ്റെ ഹിതോപദേശം, ഈ രണ്ട് കൃതികളിൽ നിങ്ങൾക്ക് ഈ വസുധൈവ കുടുംബകം എന്നുള്ള ശ്ലോകം കാണാം. പഞ്ചതന്ത്രത്തിൽ
4 സുഹൃത്തുക്കൾ അവരുടെ ബിസിനസ് ശരിയായിട്ട് വരുന്നില്ല. അതുകൊണ്ട് അടുത്ത സിറ്റിയിലേക്ക് പോകാം, ടൗണിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച് 3 പേര് വിദഗ്ധന്മാരാണ്. 4മത്തവൻ പൊട്ടനാണ്, വലിയ ബുദ്ധിയൊന്നുമില്ല. പക്ഷേ കൂട്ടുകാരനല്ലേ, അവനെ കളയണ്ടെന്ന് പറഞ്ഞ് അവനെയും കൂട്ടി. എന്നിട്ട് ഇവരെല്ലാം കൂടെ അടുത്ത ടൗണിലേക്ക് പോകാൻ പോയി. അതിനിടയ്ക്ക് ഒരു കാടുണ്ട്. ആ കാട്ടിൽ ഒരു സിംഹത്തിൻ്റേതെന്ന് തോന്നിക്കുന്ന അസ്ഥികൂടം കിടക്കുന്നു. അപ്പോൾ ഇവരിലെ ഒരു വിദഗ്ധൻ പറഞ്ഞു, അതേ ഈ അസ്ഥികൂടത്തെ എണീപ്പിച്ച് നിർത്താൻ എനിക്ക് പറ്റും. മറ്റേ ആൾ പറഞ്ഞു, അതിന് മജ്ജയും മാംസവും കൊടുക്കാൻ എനിക്ക് പറ്റും. 3-മത്തെ ആൾ പറഞ്ഞു, ഇതിന് ജീവൻ കൊടുക്കാൻ എനിക്ക് പറ്റും. 4-മത്തവൻ ബുദ്ധിശൂന്യൻ എന്ന് നമ്മൾ വിശേഷിപ്പിച്ച ആൾ, അയാൾ പറഞ്ഞു, നിങ്ങൾ അപകടത്തിലാണ്. ഈ സിംഹം ഇത്രയും കാലമായിട്ട് ഇവിടെ കിടക്കുന്നു. ഇത് എണീറ്റ് കഴിഞ്ഞാൽ ഇതിന് ആദ്യം വിശക്കും. കണ്ണി കണ്ടവനെ ആദ്യം ഒന്ന് തിന്നും. അങ്ങനെയൊന്നും അല്ല, അത് ചെയ്യാൻ പാടില്ല. നമ്മൾ ന്യായം വന്നു. വസുദൈവ കുടുംബകം, നമ്മളൊക്കെ ഒറ്റ കുടുംബമാണ്. അപ്പോൾ ഈ 4-മത്തവൻ പറഞ്ഞു, നിങ്ങളൊരു കുടുംബമായിരിക്കാൻ, ഞാൻ ആ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഒരു 5 മിനിറ്റ് സമയം തന്നു പറഞ്ഞിട്ട് ഇയാൾ വലിഞ്ഞൊരു മരത്തിൽ കയറി. മറ്റവർ ഈ പറഞ്ഞ പോലെ സിംഹത്തിന് ജീവൻ കൊടുത്തു. സിംഹം അവരെ അങ്ങ് തിന്നു. ഇതാണ് പഞ്ചതന്ത്രത്തിലെ കഥ. നിങ്ങളിപ്പോൾ പഞ്ചതന്ത്രം പോയിട്ട് ഓടി നമ്മുടെ DC ബുക്സിലോ അല്ലെങ്കിൽ മാതൃഭൂമിയിലോ ചെന്ന് കഴിഞ്ഞാൽ ആ പഞ്ചതന്ത്രത്തിൽ ഈ ശ്ലോകം കാണുകയില്ല, വസുദൈവ കുടുംബം കാണുകയില്ല. കാരണം പിന്നീട് ഈ പഞ്ചതന്ത്രം വെട്ടിച്ചുരുക്കി കൊച്ചു പിള്ളേർക്ക് പറ്റിയ രീതിയിൽ ചെറിയ കഥകളാക്കിയിട്ടാണ് ഇപ്പോൾ പഞ്ചതന്ത്രം പ്രചരിക്കുന്നത്. ഒറിജിനൽ ഇതിൻ്റെ സംസ്കൃതം എടുത്തു നോക്കുക പോലും വേണ്ട. ഇപ്പം നമ്മൾ AI ടൂളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പഞ്ചതന്ത്രത്തിൽ ഈ സ്റ്റോറി ഉണ്ടോ, ഈ വരിയുണ്ടോ എന്ന് നോക്കിയാൽ മതി, അതിൽ വരും. ഇതുപോലെ നാരായണ പണ്ഡിതൻ്റെ ഹിതോപദേശം, അതിലും പറയുന്നുണ്ട്, ഒരു കടുവ അത് മാനിൻ്റെ കൂടെ സുഹൃത്തുക്കളായിട്ട് നടന്നു വരുന്നു. അപ്പം മാനിൻ്റെ സുഹൃത്തായ കാക്ക മരത്തിന് മുകളിൽ നിന്ന് ചോദിച്ചു, ഇതെന്താ താൻ പതിവില്ലാതെ ഈ കടുവയുടെ കൂടെ? അല്ല, അത് കുഴപ്പമൊന്നുമില്ല, കടുവ ഇപ്പോൾ വെജിറ്റേറിയനാണ്, എന്നോട് സത്യം ചെയ്തു. കടുവയും പറഞ്ഞു, ഞാൻ വെജിറ്റേറിയനായി, ഞാനിപ്പോൾ ഇതിപ്പം മാനിൻ്റെ കൂടെ ഞാൻ നടക്കുന്നുണ്ടല്ലേ, ഞാൻ വെജിറ്റേറിയനാണ്. വാസ്തവത്തിൽ കടുവയ്ക്ക് വെജിറ്റേറിയൻ ആകാൻ പറ്റുമോ? പറ്റില്ല. എന്നാലും കടുവ തർക്കിച്ചു, ഞാൻ വെജിറ്റേറിയൻ. ചുരുക്കി പറഞ്ഞ് കടുവ പറഞ്ഞു, വസുദൈവ കുടുംബകം, നമ്മളൊക്കെ ഒറ്റ കുടുംബമാണ്. അപ്പോൾ മാനും പറഞ്ഞു, കണ്ടോ, വസുദൈവ കുടുംബകം സംസ്കൃത ശ്ലോകമാണ്, തനിക്ക് വല്ല വെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ചു കാക്കയെ പരിഹസിച്ചു. കാക്ക പറഞ്ഞു, ഇത് അപകടമാണ്. അപകടം തന്നെ സംഭവിച്ചു. ഇവർ രണ്ടുപേരും കൂടെ, മാനും കടുവയും കൂടെ പോയി. ബട്ട് ആ കഥയിൽ, നാരായണ പണ്ഡിതൻ്റെ കഥയിൽ, ഈ കാക്ക പോയി ഈ മാനിനെ രക്ഷിച്ചെടുക്കുന്നതായിട്ടാണ് ആ കഥ. എന്തുമായിക്കോട്ടെ, വസുദൈവ കുടുംബകം ഭരണാധികാരികൾ ഉപയോഗിക്കേണ്ട ഒരു വരിയല്ല എന്ന് ഈ വിഷ്ണു ശർമ്മനും നാരായണ പണ്ഡിതനും അസന്ദിഗ്ധമായിട്ട് പറഞ്ഞു വയ്ക്കുന്നു. ആൻഡ് ദേ ഡ്രൂ ഹെവിലി ഫ്രം ചാണക്യ. പഞ്ചതന്ത്രമാണെങ്കിലും ഹിതോപദേശമാണെങ്കിലും ചാണക്യനിൽ നിന്നാണ് ഇവരെല്ലാം ഇതിൻ്റെ അവരുടെ ആശയം എടുത്തിരിക്കുന്നത് ചാണക്യനിൽ നിന്നാണ്. അപ്പോൾ ഇത് സോണിയാഗാന്ധി ഇപ്പോൾ ഈ ലേഖനത്തിൽ എഴുതി. ഞാൻ അക്കാര്യത്തിൽ സോണിയാഗാന്ധിയെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. കാരണം ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് ഭാരതത്തിലെ സകല പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും എല്ലാവരും ഉപയോഗിക്കുന്ന, ഇപ്പോഴും പല മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും അവരും ഇവരും പ്രാസംഗികരും ഒക്കെ ഉപയോഗിക്കുന്ന വരിയാണ് വസുദൈവ കുടുംബകം. പക്ഷേ അതിൻ്റെ മുഴുവൻ ശ്ലോകം ആരും ചൊല്ലാറില്ല, അതിൻ്റെ സന്ദർഭം പറയാറില്ല. അത് ഉപയോഗിക്കേണ്ടാത്തിടത്ത് മാത്രം ഉപയോഗിച്ച് ആ കൂടെ വഷളാക്കുന്ന ഒരു സമ്പ്രദായമാണ് കാണുന്നത്. അപ്പോൾ സോണിയാഗാന്ധിയുടെ ലേഖനത്തിൽ വന്നിരിക്കുന്ന ഒരു പിഴവ്, അത് എല്ലാവർക്കും പറ്റിയ പിഴവാണ് വസുദൈവ കുടുംബകം. എന്നാൽ സോണിയാഗാന്ധി എടുത്തിരിക്കുന്ന നിലപാട് ഏകദേശം 1 കോടിയോളം വരുന്ന ഗൾഫ് നിവാസികളായ ഭാരതീയർക്ക്, അതിൽ കൂടുതലും മലയാളികളാണ്, അവർക്ക് ദോഷമുണ്ടാക്കുന്ന നിലപാടാണ്. കാരണം ഇവർ ഇപ്പോൾ പറയുന്നത് നമ്മൾ ഇറാനെ പിന്തുണയ്ക്കണം, ഇതാണ് സോണിയാഗാന്ധിയുടെ ആവശ്യം.
വൃന്ദാക്കാരറ്റിൻ്റെ ആവശ്യമാണ്. വൃന്ദാക്കാരറ്റ് പ്രകടനത്തിൽ എന്താ ജന്തർ മന്തർ എന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിൽ പ്രകടനം നടത്തുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ഈ അടിയടിക്കുന്നത്. ആ മോദി ട്രംപിൻ്റെ ചെരുപ്പ് നക്കിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നു, ടി വിക്കാരോട് പറയുന്നു, ഒക്കെ ചെയ്യുന്നു. ആവശ്യം എന്താ? നമ്മൾ ഇറാനെ പിന്തുണയ്ക്കണം. അതിലൂടെ എന്ത് സംഭവിക്കും? നമ്മൾ ഗൾഫ് നാടുകളുടെ ശത്രുവായിട്ട് മാറും. ഗൾഫ് നാട്ടിൽ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു 74 ദിവസത്തെ എണ്ണ സ്റ്റോക്കുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല കേട്ടോ, മലയാള മനോരമ പത്രത്തിൽ വന്നത്. ബട്ട് ഞാനതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും എണ്ണ, ഇതിൻ്റെ നല്ലൊരു ശതമാനം നമ്മൾ റിസർവായിട്ട് എപ്പോഴും വയ്ക്കേണ്ടതാണ് കയ്യിൽ. ഇപ്പം നമുക്കൊരു എമർജൻസി വന്നൊന്ന് വയ്ക്കുക, ഒരു യുദ്ധം പാകിസ്ഥാനുമായിട്ടോ ബംഗ്ലാദേശുമായിട്ടോ ഒക്കെ യുദ്ധം, നമ്മുടെ പട്ടാളത്തിന് എണ്ണ വേണ്ടേ, ഡീസൽ വേണ്ടേ? അപ്പോൾ അത് നമ്മൾ കരുതി വയ്ക്കണം. അത് കൂടാതെ പട്ടാളത്തിന് വേണ്ടത് കൂടാതെ 1-2 ആഴ്ചയ്ക്കുള്ള ഡീസൽ ഉണ്ടായെന്ന് വരാം നമ്മളുടെ സ്റ്റോക്കിൽ. അതിനപ്പുറം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഈ ഏരിയയിൽ പ്രവർത്തിക്കുന്നവർ എന്നോട് പറഞ്ഞു. എനിക്കിതിൻ്റെ കണക്കും കൊണ്ടൊന്നും അറിയില്ല. അവരെ വിശ്വസിച്ച് ഞാൻ നിങ്ങളോട് പറയുക. അപ്പോൾ അത്രയുമേ എണ്ണ നമ്മുടെ കയ്യിലുള്ളൂ. ഗ്യാസ് ആണെങ്കിലോ 3-4 ദിവസത്തിനപ്പുറം ഗ്യാസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഗ്യാസ് പ്രധാനമായിട്ടും നമ്മൾ വാങ്ങുന്നത് ഖത്തറിൽ നിന്നാണ്, എല്ലാവർക്കും അറിയാം. പ്രധാനമായിട്ട് വാങ്ങുന്നത് ഖത്തറിൽ നിന്ന്. ആ ഖത്തറിൽ ഗ്യാസ് പ്രൊഡക്ഷൻ നിന്നിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് അവർ നിർത്തിവെച്ചിരിക്കുന്നു. കാരണം ഈ ഇറാനിൽ നിന്നുള്ള മിസൈലും ശല്യവും ഒക്കെ കൊണ്ട് അവരുടെ റിഫൈനറി ഒക്കെ പ്രശ്നത്തിലായി. തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു. ഉടൻ തുടങ്ങുമെന്ന് പറയാം. പക്ഷേ സോണിയാഗാന്ധിയുടെ ആവശ്യം എന്താ? നമ്മൾ ഖത്തറിനെ എതിർക്കുക, ഇറാനെ അനുകൂലിക്കണമെന്നാണല്ലോ. അതിനർത്ഥം ഖത്തറിനെ എതിർക്കണം. വൃന്ദാക്കാരായിട്ടും അതാണ് പറയുന്നത്. രണ്ടും വീട്ടമ്മമാരാണ്. വൃന്ദാക്കാരായിട്ടാണെങ്കിലും സോണിയാഗാന്ധിയാണ്. വീട്ടമ്മമാർക്ക് ഗ്യാസിൻ്റെ പ്രാധാന്യം അറിയേണ്ടതാണ്, പക്ഷെ അറിയില്ല. ഇവർ രണ്ടുപേരും ജീവിതത്തിൽ പാചകം ചെയ്തിട്ടില്ല എന്നാണ് അവരുടെ കുടുംബചരിത്രത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. സോണിയാഗാന്ധി ആണെങ്കിലും വൃന്ദാക്കാരായിട്ടാണെങ്കിലും. അപ്പോൾ അവർക്ക് ഈ ഗ്യാസിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു അത് കൂട്ടിപ്പം പോകാൻ പറ, ഇങ്ങനെയൊക്കെ ഇവർ വിചാരിക്കുന്നു. ഞാനതുകൊണ്ടാണ് നാട്ടിലെ അമ്മമാരോട് ഞാൻ പറയുന്നത്, ഈ നമ്മളുടെ പഴയ ഫ്യൂവലുണ്ടല്ലോ, വിറക്, അതായത് ചിരട്ട, ഗോതമ്പ്, കവളം മടൽ കീറി ഉണക്കിയത്, ചൂട്ടുകറ്റ, ഇതൊക്കെ ശേഖരിച്ച് വയ്ക്കുക. ഇതൊക്കെ ഇപ്പോൾ കിട്ടാൻ വലിയ പ്രയാസമാണെന്ന് എനിക്കറിയാം. കേരളത്തിൽ തന്നെ ഓലയോ മടലോ തെങ്ങോ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ഉള്ളത് സംഘടിപ്പിച്ച് റെഡിയാക്കി ഉണക്കി വെയിലത്തിട്ട് റെഡിയാക്കി വയ്ക്കുക. കാരണം ഈ സോണിയാഗാന്ധി വൃന്ദാക്കാരായിട്ടും ഒക്കെ കൂടെ ഗ്യാസ് മുടക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറയുന്നു, അല്ല നരേന്ദ്രമോദി നോക്കണ്ടേ? നരേന്ദ്രമോദി നോക്കുകയൊക്കെ ചെയ്യും. പക്ഷെ മുടങ്ങിയാൽ മുടങ്ങിയതില്ലേ? ഈ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കാര്യമെല്ലാം നടക്കണമെന്നില്ലല്ലോ. ചിലപ്പോൾ നടന്നില്ലെന്നും വരും, ഇടയ്ക്ക് മുടങ്ങിയെന്നും വരും. അപ്പോൾ നമുക്ക് വീട്ടിൽ ഗ്യാസ് ഇല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പ്രാഗിട്ടോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞിട്ടോ കാര്യമില്ല. ഗ്യാസിന് ഗ്യാസ് തന്നെ വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഗ്യാസിൻ്റെ കാലം ഒരുപക്ഷെ കഴിഞ്ഞു എന്ന് വരാം, അല്ലെങ്കിൽ കുറച്ച് നാളത്തെങ്കിലും നിന്നുപോയി എന്ന് വരാം. അതുകൊണ്ട് എല്ലാവരും ചിരട്ട, ചൂട്ടുകറ്റ, കൊതുമ്പ് ഇതുപോലുള്ളതൊക്കെ ശേഖരിച്ച് അവനവൻ്റെ കാര്യം നോക്കാനായിട്ട് കഞ്ഞി തിളപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. അല്ലെങ്കിൽ ഈ ദുരിതം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോഴും സോണിയാഗാന്ധിയും വൃന്ദാക്കാരായിട്ടും സുഖമായിട്ട് ഡൽഹിയിൽ ജീവിക്കും. അവർക്ക് മനുഷ്യൻ്റെ ദണ്ണം അവർക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യപ്പറ്റില്ലാത്ത ആളുകളാണ് ഇവരെല്ലാം. എന്ത് ചെയ്യും നമ്മൾ? പക്ഷെ അവരാണ് ലോകത്തെ വലിയ ആൾക്കാർ. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ടി വിയിൽ വരും, അവർ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെയും ജാഥ നടക്കും, സിന്ദാബാദ് നടക്കും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ കാര്യം നോക്കണ്ടേ? അതുകൊണ്ട് ഏറ്റവും വേഗം കവളം മടൽ കയ്യിലുള്ളവർ അത് കീറി വെയിലത്തിട്ട് ഉണക്കി വിറകാക്കി മാറ്റി റെഡിയായിട്ടിരിക്കുക. ബാക്കി കാര്യം നാളെ. താങ്ക് യു.